മാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് സംയുക്ത ഏകോപനം. ED, ഇൻകം ടാക്സ്, SFIO അന്വേഷണങ്ങളിലൂടെ തേടുന്നത് ഒരേ സ്വഭാവമുള്ള വിവരങ്ങളായതിനാലാണ് സംയുക്ത ഏകോപനം. SFIO അന്വേഷണ വിവരങ്ങൾ ED തേടിയതിന് പിന്നാലെയാണ് സംയുക്ത ഏകോപനം. കരിമണൽ ഖനനത്തിലൂടെ വിവാദത്തിലായ CMRL കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, ധനസഹായങ്ങൾ എന്നിവയാണ് പ്രധാനമായും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള 3 ഏജൻസികളും അന്വേഷിക്കുന്നത്. നികുതി വെട്ടിപ്പുകളിൽ ഇൻകം ടാക്സ് അന്വേഷണം ഊന്നൽ നൽകിയപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണ്യവിനിമയ ചട്ടലംഘനങ്ങൾ എന്നിവയാണ് ED അന്വേഷണ പരിധിയിലുള്ളത്. വലിയ സാമ്പത്തിക തട്ടിപ്പുകളുടെ ഭാഗമാകുന്ന വൻകിട കമ്പനികളുടെ ക്രമക്കേടുകൾ ആഴത്തിലുള്ള അന്വേഷണത്തിലൂടെ പുറത്തുകൊണ്ടുവരുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വിശേഷ അറസ്റ്റ് റെയ്ഡ് അധികാരങ്ങളുണ്ട്. മാസപ്പടിയിൽ ആദ്യം അന്വേഷണം നടത്തിയ ആദായനികുതി വകുപ്പാണ് CMRL വീണ വിജയന്റെ എക്സലോജിക്കിന് പണം നൽകിയത് കണ്ടെത്തിയത്. IT സേവനങ്ങൾ കൈപ്പറ്റാതെ കുറഞ്ഞ കാലയളവിൽ 1,72 ലക്ഷം രൂപ എക്സലോജിക് കൈപ്പറ്റിയതും ഇൻകം ടാക്സിനെ ബോധിപ്പിക്കാത്ത 135 കോടിയുടെ ഇടപാട് കണ്ടെത്തിയതും ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചായിരുന്നു ED പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടന്നത്. പിന്നീട് ECR രജിസ്റ്റർ ചെയ്തു. കൂടുതൽ കമ്പനികൾ എക്സാലോജിക്കിന് പണം നൽകിയതിലാണ് SFIOയും അന്വേഷണം നടത്തുന്നത്. പരസ്പര ഏകോപനത്തോടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പൊതുവായ രേഖകൾ, മൊഴികൾ എന്നിവയുടെ പരിശോധനയ്ക്ക് 3 ഏജൻസികൾക്കും സഹായകരമാകും. ജനം, കൊച്ചി.